42 തരം ജയിൽ കുറ്റങ്ങളുണ്ട്. ഈ IPC അല്ലെങ്കിൽ BNS അല്ലെങ്കിൽ NDPS അങ്ങനത്തെ അല്ല, ജയിലിനകത്ത് തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ, പെരുമാറ്റങ്ങൾ കുറ്റകരമായിട്ടുള്ളതുണ്ട് ജയിൽ നിയമം അനുസരിച്ച്. അങ്ങനെയുള്ള 42 തരം കുറ്റകൃത്യങ്ങൾ. അപ്പോൾ അതിലാണെങ്കിൽ അതിന് ഒരു വിചാരണ പോലെ നടത്തി, ഒരു അന്വേഷണം നടത്തി, വിചാരണ നടത്തി, പിന്നെ ഈ തടവുകാരന് പറയേണ്ട കാര്യങ്ങൾ കേട്ട് ഒരു പണിഷ്മെൻ്റ് അവാർഡ് ചെയ്യും. ആ പണിഷ്മെൻറ്റ് പലതരം പണിഷ്മെൻ്റ് ഉണ്ട്. അപ്പോൾ റെമിഷൻ കട്ട് ചെയ്യാം, പിന്നെ ഇൻ്റർവ്യൂ സൗകര്യം കട്ട് ചെയ്യാം, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് പണിഷ്മെൻറ്റ്, ഹാർഷൊന്നും അല്ല, എന്നാലും അവരെ സംബന്ധിച്ച് കുറച്ചുപേർക്കെങ്കിലും ബുദ്ധിമുട്ട് വരും. ഇത് ഈ പണിഷ്മെൻറ്റിൻ്റെ പ്രസന്റ് ഒഫൻസിൻ്റെ ഭാഗമായിട്ടുള്ളത്. പക്ഷേ ജയിലിനകത്ത് IPC പ്രകാരമോ BNS പ്രകാരമോ NDPS നിയമപ്രകാരമോ മറ്റേതെങ്കിലും ക്രിമിനൽ നിയമം അനുസരിച്ച് ഒരു കുറ്റം ചെയ്താൽ അത് പ്രസന്റ് ഒഫൻസിൽ നമുക്ക് നടപടി സ്വീകരിക്കാൻ പറ്റും. അത് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്ത് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണം. കൊലപാതകം മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാരെ പിന്നെ ആക്രമിക്കുന്നുണ്ട്, തടവുകാരനെ ആക്രമിക്കുന്ന കേസുണ്ട്. അങ്ങനെയുള്ളത് നമ്മുടെ പ്രസന്റ് ഒഫൻസ് വെച്ചിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഗൗരവതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് എന്ന് നമുക്ക് തോന്നിയാൽ അത് പോലീസ് സ്റ്റേഷനിൽ, തൊട്ടടുത്തുള്ള നമ്മുടെ ജൂറിഡിക്ഷനിൽ വരുന്ന പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ FIR രജിസ്റ്റർ ചെയ്ത് ആ നടപടികൾ, കോടതി നടപടികളിലേക്ക് പോകും. അപ്പോൾ തടവുകാർ തമ്മിൽ ഉണ്ട്, തടവുകാർ പിന്നെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന കേസുകളുണ്ട്, പിന്നെ നർക്കോട്ടിക് ഡ്രഗ്സ് പോലത്തുള്ള കാര്യങ്ങൾ കൈവശം വയ്ക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന കേസുകൾ അങ്ങനെ ഉണ്ടല്ലേ? ഉണ്ട്.